ലോകത്തെ ആദ്യമായിട്ട് പ്രേമിക്കുന്ന ആള് ഞാനൊന്നുമല്ലല്ലോ. അപ്പൊ അത്ര വലിയ നാണക്കേടൊന്നും അല്ല. തിരിച്ചു വന്നത് തെറ്റായി കാണുന്ന ഒരു തള്ള ലോകത്ത് നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ, നീ ഇപ്പൊ നാണം കെടുത്ത് തിരിച്ചു വന്നത് തെറ്റ് തന്നെയാ. അതും അവനെ കെട്ടിപ്പിടിച്ച് ഈ വീടിന്റെ മുമ്പിൽ വന്ന് നിന്നത് അതിലും വലിയ തെറ്റാ. അതോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതോടെ നീ എല്ലാം അവസാനിപ്പിച്ചോണം. ഇനി അവനെ കാണാനോ സംസാരിക്കാനോ പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാ മതി. അല്ലെങ്കിലേ ഇപ്പൊ ഇറങ്ങിക്കോ. ചോദിക്കുന്നവരുടെ ഞാൻ സമാധാനം പറഞ്ഞോളാം. ഞാൻ ഈ വീട്ടിൽ നിന്ന് തൽക്കാലം എവിടേക്കും പോവാനും പോണില്ല, അവനെ കാണാതിരിക്കാനും പോണില്ല. എന്താ ഉണ്ടാവാന്നറിയാലോ. നിന്റെ കയ്യും കാലം തല്ലിയൊടിച്ച് ഞാൻ ഈ മൂലക്കിടും. അവൻ വന്ന് ചോദിക്കുന്നല്ലേ പറഞ്ഞത്, കാണട്ടെ. എന്നാ നമുക്ക് കാണാം. ഇപ്പൊ തന്നെ കാണിച്ചു. നിർത്തടാ, നിക്കടെ കഥ തുറക്ക്. എടി കഥ തുറക്കാൻ. നീ എത്ര നേരം എന്റെ ഉള്ളിൽ ഇരിക്കും? പുറത്തോട്ടോ. ഇന്ന് രണ്ടിലും നിറഞ്ഞിട്ട് വേണം. നോക്കിക്കോ. എടി തുറക്കാൻ. എടി വാലോർക്കടി. എടി വാതിൽ തുറക്കാൻ. ആ പെണ്ണോടെ പോയി വീട്ടിൽ കൊണ്ടാക്കി. ഒന്നുമില്ലെങ്കിൽ നിന്നെ തേടി ഇങ്ങോട്ട് വന്നല്ലേടാ. അവളോട് അങ്ങനെ ചെയ്ത് മോശമായി പോടാ മോനെ. കല്യാണം കഴിഞ്ഞ് സന്തോഷമായിട്ട് ജീവിക്കാൻ ഞാൻ എത്ര പറഞ്ഞതാ. നീ നോക്കിയോ, ഈ വാശിക്ക് ആ വീട്ടുകാർ അവളെ വേറെ ആളെ കൊണ്ട് കിട്ടിക്കും. മാലയോഗം നിന്റെ ഉച്ചിയിൽ വന്നു നിന്ന സമയത്താ അവള് നിന്നെ തേടി വന്നത്. അത് നീയായിട്ട് തെറ്റിച്ചു. ഇനി നിനക്ക് നിന്റെ ചേട്ടനെ പോലെ നിത്യ ബ്രഹ്മചാരിയായിട്ടങ്ങ് ജീവിക്കാം. ആശംസകൾ. ചെല്ല്. അവളെവിടെ? അത് ഞാൻ അവളെ വീട്ടിൽ കൊണ്ടാക്കി. അവളുടെ വീട്ടില് വിവാഹം നടത്താൻ ഇപ്പൊ സാധ്യമല്ല എന്ന് ഞാൻ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. എന്നിട്ട് വീട്ടിൽ കൊണ്ടാക്കി. എടാ, അവിടെ ആകെ പ്രശ്നമാണെന്നല്ലേ അവള് പറഞ്ഞത്? അവളുടെ ചേട്ടന്റെ അമ്മയുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ അവൾ ഇറങ്ങിപ്പോകുന്നത്. അവളെ വീണ്ടും അവിടെ കൊണ്ടുവിട്ടത് ഓക്കെ ആണോ? എടാ, നീ എന്താണെന്നും മിണ്ടാതിരിക്കുന്നേ? എന്തിനാ നീ അവളെ അവിടെ കൊണ്ട് തിരിച്ചാക്കിയെന്ന്? അത് ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചെടുത്ത തീരുമാനം സുഭാഷ് ഏട്ടാ. തൽക്കാലം അവൾ അവളുടെ വീട്ടിലും ഞാൻ ഇവിടെ നിൽക്കണതാ ശരിയെന്ന് തോന്നി. അവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവൾ എനിക്ക് ഫോൺ ചെയ്യേ മെസ്സേജ് അയക്കുകയോ ചെയ്യും. അതിന് അവളുടെ കയ്യിൽ ഫോണുണ്ടാ? ഒരെണ്ണം വാങ്ങി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞയച്ച്. എടാ, അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടല്ലേ അവൾ ഇറങ്ങി വന്നത്. വീണ്ടും അവിടേക്ക് എന്നെ തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ അവരവളെ വെച്ചേക്കോ? എന്റെ പൊന്ന് സുഭാഷ് ഏട്ടാ, അവളുടെ ആങ്ങളെ ചെറുക്കനാണെങ്കിൽ ഒരു സൈക്കോ ആണ്. അതെ, അത് ഓർക്കുമ്പോഴേ എനിക്കൊരു പേടിയുള്ളൂ. ഒന്നും ഉണ്ടാവില്ല സുഭാഷ് ഏട്ടാ. വീട്ടിൽ തന്നെ പോയി നിൽക്കണതാ ശരിയെന്ന് നീതു തന്നെയാ പറഞ്ഞേ. അവളുടെ വീട്ടുകാരല്ലേ, അവൾ നോക്കിയോളും. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അവൾ എനിക്ക് മെസ്സേജ് അയക്കും. ഇവൻ എന്ത് പൊട്ടത്തരായി ചെയ്ത്? ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ, അവർക്ക് മാനേജ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നിക്കാണും. എന്നാലും പാവം, അതിനെ അവരടിക്കുമല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ഇനി എന്തെങ്കിലും ഉണ്ടാവുമ്പോഴല്ലേ അപ്പൊ അതിനുള്ള വഴി നോക്കാം. വാതിലുറക്ക്. വാതിലുറക്കടി. വാതിലുറക്കാൻ. നിന്നോടാ ഞാൻ വാതിലുറക്കാൻ പറഞ്ഞ. തുറടി. നീ മര്യാദയ്ക്ക് വാതിലുറക്കാൻ. തുറക്കാൻ. ഇടി വാതിലുറക്കാൻ. ഇല്ല ഞാൻ ചവിട്ടി പൊളിക്കും. ഡേ ശരിടാ ഋഷേ. എടാ, അവള് വിളിച്ചില്ലെങ്കിൽ നീ ഇടയ്ക്ക് വിളിച്ച് അന്വേഷിക്കണം കേട്ടാ.
ചിലപ്പോഴേ ചില കാര്യങ്ങൾ അവളെ നിന്നെ അറിയിക്കണ്ടെന്ന് കരുതി മറച്ചു വെക്കും. ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം. ശരി എന്നാ. ഓക്കെ. ആരാ? ഹരീഷാണോ? ആ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. നീതു അവനെ വിളിച്ചോ? പ്രശ്നമൊന്നുമില്ലെന്നാ പറയണേ. ഹരീഷ് ഇന്നലെ നീതുനെ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിൽ കൊണ്ടുവിട്ടു. ആ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിലോ? ഏയ്, എനിക്ക് എന്റെ ആവശ്യം തോന്നുന്നു. ഇനിയും വരാല്ലോ. നമ്മുടെ ഡിവോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ മറ്റൊരു കുട്ടിയായിട്ട് പ്രേമമുണ്ടായി. ഇങ്ങനൊരു സാഹചര്യത്തില് ആ കുട്ടി വീട്ടിൽ വന്നു നിന്നാ നിങ്ങൾ എന്ത് ചെയ്യും? അതിപ്പോ ഞാൻ പറയാം. നിങ്ങൾ ആ നിമിഷം കല്യാണം നടത്തും. ഹരീഷ് അത് ചെയ്യാതെ ആ കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കി തിരിച്ചയച്ചു. അതിന്റെ കാരണം എന്താന്ന് അവൻ പറഞ്ഞു? പറഞ്ഞു. സുഭാഷ് ഏട്ടന്റെ വിവാഹം കഴിയാത്തത് അല്ലേ? അതെങ്ങനെ ഇയാൾ അറിഞ്ഞു? ഹരീഷ് പറഞ്ഞു? ആരും പറഞ്ഞില്ല. അത് ഊഹിക്കാനേ റോക്കറ്റ് സയൻസ് പഠിക്കണമെന്നൊന്നുമില്ല. ഈ വീട്ടിലെ കുടുംബസ്നേഹമുള്ള ഒരുത്തൻ അവനാ. അതെനിക്കറിയാം. അതെന്താ, എനിക്ക് കുടുംബസ്നേഹമൊന്നും ഇല്ലാന്നാണോ? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് നിങ്ങളെ തന്നെയാ. അതുകൊണ്ടാണല്ലോ അവനവന്റെ ലാഭം മാത്രം ചിന്തിച്ച് എപ്പോഴും ഓരോന്ന് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്താലും അതിൽ നിങ്ങൾക്ക് ഗുണകരാവുന്ന ഒന്നുണ്ടാവും. എന്നാ ഹരീഷ് അങ്ങനെയല്ല. അവന് മാത്രമായിട്ട് അവൻ എന്തെങ്കിലും പറയുന്നത് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ഇന്നലെ നിങ്ങളും അച്ഛനും മറ്റെല്ലാവരും നിർബന്ധിച്ചിട്ടും അവൻ ആ കല്യാണം ഒഴിവാക്കിയത് സുഭാഷേട്ടന് വേണ്ടി മാത്ര. അതവന്റെ വലിയ മനസ്സിന്റെ ലക്ഷണ. അവന്റെ മനസ്സറിഞ്ഞിട്ട് തന്നെയാ എല്ലാം വിട്ടറിഞ്ഞ് നീതു അവനെ തേടി വന്നത്. അവനും അങ്ങനെ ഒരു നല്ല ബന്ധം ഡിസേർവ് ചെയ്യുന്നുണ്ട്. അത് ശരിയാ, അവൻ സൂപ്പറാ, അടിപൊളിയാ. പക്ഷേ അവൻ സുഭാഷിനെ പറ്റി ആലോചിച്ചപ്പോഴേ ഞാൻ ആ പെൺകുട്ടിയെ പറ്റി ആലോചിച്ചില്ലേ. തിരിച്ച് ആ കുട്ടി വീട്ടിൽ പോയി കഴിഞ്ഞാൽ നേരിടാൻ പോകുന്ന ദുരിതങ്ങളെ പറ്റി ചിന്തിച്ച് അവളെ ഇവിടെ തന്നെ നിർത്താനുള്ള സാധ്യത നോക്കിയില്ലേ? അതും ഒരു നല്ല മനസ്സുകൊണ്ടല്ലേ? അതിനെയും ഒന്ന് പുകഴ്ത്തുന്നതില് വിരോധമുണ്ടോ? എന്തെങ്കിലും നോക്കണേ. അത് നല്ല മനസ്സുകൊണ്ടല്ല. ഞാൻ പോകുന്നതിന് മുൻപ് ഒരു പെൺകുട്ടി കൂടി ഇവിടേക്ക് വന്നാൽ നാട്ടുകാർക്കിടയിലെ പേരുദോഷം മാറുന്നുള്ള വക്രബുദ്ധി കൊണ്ടാ. ഇയാൾ എല്ലാത്തിന്റെ മറുവശാണല്ലോ വായിക്കുന്നത്. വാതിലുറക്കാൻ. ആ വടി മാറ്റിയിട്ട് എന്നിട്ട് ആരാണെന്ന് നോക്കിയേ. പോലീസോ? ആരാ ഇവിടെ നീതു? എന്റെ മകളാ, അകത്തുണ്ട്. എന്താ കാര്യം? ഇതാരാ? ഇതാ അവളുടെ അമ്മ, ഇത് ചേട്ടൻ. എന്താ മാഡം, നീ ഇതെന്തായാലും തെറ്റ് ചെയ്തോ? എന്റെ ഭഗവാനെ, വന്ന് വന്ന് വീട്ടിൽ പോലീസും കയറി തുടങ്ങിയ ഇവളെ കൊണ്ട് എന്തൊക്കെ സഹിക്കണം. എന്താ സാറാ അവള് ചെയ്തത്? ആദ്യം നിങ്ങളൊന്ന് മിണ്ടാതിരിക്കെ, എന്നിട്ട് നീതുനെ വിളിക്ക്. നീതു, എടി നീതു, എടി നിന്നെ അന്വേഷിച്ച് പോലീസ് വന്നിരിക്കുന്നു. കഥ തുറക്ക്, എടി കഥ തുറക്കാൻ, എടി കഥ തുറക്കണി. എന്താ മോളെ, പോലീസൊക്കെ വന്നിരിക്കുന്നു. കുട്ടിയാണ് ഞങ്ങളെ വിളിച്ചത്. അതെ മാഡം, ഞാനാ വിളിച്ച് കംപ്ലൈന്റ് തന്നത്. ഇവരാണോ അവര്? അതെ മാഡം, ഇവരാണ്. ഇവരാണോ അവര്? അതെ മാഡം, ഇവരാണ്. നിങ്ങൾ എല്ലാരും ചേർന്ന് ഈ കുട്ടിയെ ടോർച്ചർ ചെയ്യുവാണോ? അയ്യോ മാഡം, ഞങ്ങൾ എന്തിനാ ഇവളെ ടോർച്ചർ ചെയ്യണം? ഇത് ഞങ്ങളുടെ മകളല്ലേ. നിങ്ങൾ എല്ലാരും ചേർന്ന് ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുന്നെന്ന് ഈ കുട്ടിയുടെ പരാതി ഉണ്ടല്ലോ. അയ്യോ, അങ്ങനൊന്നുമില്ല മാഡം. ഓ മാഡം, മാഡം വരുമ്പോ ഞാൻ കഥ കടച്ച് മുറിക്കുള്ളിൽ ഇരിക്കായിരുന്നില്ലേ? അതെന്തുകൊണ്ടാണെന്നറിയോ? പുറത്തു വന്ന കയ്യും കാലം തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞ് ദേ അമ്മയും ചേട്ടനും മുറിക്ക് പുറത്ത് നിൽക്കുമായിരുന്നു. ഒരു മിനിറ്റ് മാഡം.
ഇതാ ഇതുപോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച ഇവരെന്നെ മർദ്ദിക്കുന്നേ. എന്നെ ഇപ്പൊ ആശുപത്രി കൊണ്ടുപോയാൽ അറിയാം മാഡം. ഇതാ ഇവനെ എന്നെ ഏറ്റവും കൂടുതൽ തല്ലുന്നേ. ഞാനോ? നിർത്തടാ. എന്നെ മുമ്പ് വെച്ച് ഇവളെ ഭീഷണിപ്പെടുത്തുന്നോ? നിന്റെ പേരെന്താടാ? അഖിൽ. ഇങ്ങോട്ട് മാറി നിൽക്ക. എന്താ നിന്റെ ജോലി? ജോലി അന്വേഷിച്ചോണ്ടിരിക്കോ? അത് ശരി, ജോലിയും കൂലി ഇല്ലാതെ വീട്ടിലിരിക്കുക, എന്നിട്ട് കോളേജിൽ പോകുന്ന കുട്ടിയെ തല്ലാൻ നിൽക്കുന്നോ? ഈ കുട്ടിയുടെ പരാതിയൊന്നും മാത്രം മതി നിന്നെ പിടിച്ചകത്തിടാൻ, അറിയാവോ? പിന്നെ മിനിമം 7 കൊല്ലത്തേക്ക് നീ പുറത്തു വരില്ല, അറിയാടാ. നിങ്ങളോടും കൂടിയാ പറയുന്നേ, മനസ്സിലായോ? എന്ത് ധൈര്യത്തിലാ നിങ്ങൾ ഈ കുട്ടിയെ അടിക്കുന്നത്? എന്താ മിസ്റ്റർ, നിങ്ങൾ ഈ കുട്ടിയുടെ അച്ഛനല്ലേ? നിങ്ങൾക്കൊന്ന് തടഞ്ഞൂടെ? അച്ഛൻ തടഞ്ഞിട്ടൊന്നും കാര്യമില്ല മാഡം. അച്ഛൻ പറയുന്നതൊന്നും ഇവര് കേൾക്കാൻ പോണില്ല. പിന്നെ അച്ഛൻ തല്ലില്ല എന്നുള്ളൂ, ചീത്ത പറയുന്നതിന് ഒരു കുറവില്ല. ഇവരൊക്കെ നിന്നെ തല്ലാനും ചീത്ത പറയാനും കാരണം എന്താ? പേടിക്കാതെ പറ. എനിക്കൊരാളെ ഇഷ്ടമാണ് മാഡം, അതിവർക്ക് ഇഷ്ടമല്ല, അതാണ് കാരണം. അതൊരു മോശം കുടുംബം മാഡം. ഞാൻ ഇഷ്ടപ്പെടുന്നത് കുടുംബത്തെ അല്ലല്ലോ മാഡം, ആളെയല്ലേ. മാത്രമല്ല കല്യാണം കഴിക്കാനോ ഓടിപ്പോവാനോ എനിക്ക് പ്ലാൻ ഒന്നും ഇല്ല. എനിക്ക് പഠിക്കണം മാഡം, നല്ലൊരു ജോലി വേണം, എന്നിട്ടേ വിവാഹത്തെ പറ്റി ആലോചിക്കുന്നുള്ളൂ. പക്ഷെ ഞാൻ അവനെ കാണുന്നത് പോലെ ഇഷ്ടമില്ലാന്ന് പറഞ്ഞാ ഇവരെന്നെ അടിക്കുന്നത്. അവനെ ലവ് ചെയ്യുവാണെങ്കിൽ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നു പറഞ്ഞ് എന്നെ അടിക്കുന്നേ. ഇവിടെ നിന്ന് ഇറക്കി വിട്ടാ ഞാൻ എങ്ങോട്ടാ പോണ്ടേ? ഇതെന്റെ കൂടെ വീടല്ലേ. ഇത്രയും നാള് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ ചെറുക്കന്റെ കൂടെ കറങ്ങി നടക്കാൻ പോലും പോയിട്ടില്ല. അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടില്ല, അവന്റെ വീട്ടിലോട്ടും പോയിട്ടില്ല. അവനെ ഇഷ്ടമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതിനാ ഇവരൊക്കെ കൂടി എന്നിങ്ങനെ കൊല്ല ചെയ്യുന്നേ. ദേ നോക്കു മാഡം, ദേ ദേഹം മുഴുവൻ പാടുകളാ. ദേ ഈ നിക്കണ ചേട്ടനില്ലേ, എന്നെ കൊല്ലൂന്ന് പറഞ്ഞ ഭീഷണി. എനിക്കെന്റെ ജീവനിൽ പേടിയുണ്ട് മാഡം. ഇവരുടെ അഭിമാനത്തിന്റെ പേരും പറഞ്ഞ് ഇവരെന്നെ കൊല്ലും. ഇവരിൽ നിന്ന് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം മാഡം. മാഡം ഇപ്പൊ വന്നില്ലായിരുന്നെങ്കിൽ വാതിലും ചവിട്ടിപ്പൊളിച്ച് അകത്ത് വന്ന് ഇവരെന്നെ കൊന്നേനെ. എന്റെ ജീവനിൽ ഈ വീട്ടിൽ ഒരു സുരക്ഷയില്ല മാഡം. മാഡം ഇവൾ അനാവശ്യമായിട്ട് ഓരോന്ന് പറഞ്ഞുണ്ടാക്കുക. ഇവൾ പ്രേമിക്കുന്ന പറഞ്ഞില്ലേ, അതൊരു തെണ്ടി ചെറുക്കനാ. അങ്ങനെ ഒരുത്തൻ ഇഷ്ടപ്പെടുന്നത് അച്ഛനമ്മമാർക്ക് സഹിക്കോ മാഡം? അവനൊരു മെക്കാനിക്കാ, തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നതേ ദേ ഇവനാ, അവനല്ല. ഞാൻ അവന്റെ കൂടെ ഒളിച്ചോടി പോയിട്ടില്ല. അവന് ഇഷ്ടമെന്നല്ലേ പറഞ്ഞുള്ളൂ. അവനെ ഇപ്പൊ തന്നെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് മാഡം, ഒരുപാട് പഠിക്കണമെന്നുണ്ട്. പക്ഷെ അവനെ ഇഷ്ടമാണെന്നുള്ള ഒറ്റ കാരണത്താല് എന്റെ പഠിപ്പ് പോലും വിലക്കിയിരിക്കുക ഇവര്. അവനെ കണ്ടാലോന്നും പറഞ്ഞ് എന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോലും വിടുന്നില്ല. ഈ കുട്ടി പറയുന്നത് കേട്ടാ നിങ്ങൾക്കെതിരെ ഇപ്പൊ തന്നെ കേസെടുക്കാനുള്ള വകുപ്പുണ്ടല്ലോ. വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നതേ ഒരു കുട്ടിയുടെ അവകാശം. ആ കുട്ടിക്ക് ആരെ ഇഷ്ടമാണെന്നുള്ളതുകൊണ്ട് അത് നിഷേധിക്കാൻ നോക്കുവാണോ? പിന്നെ ആരെ ഇഷ്ടപ്പെടണമെന്നൊക്കെ ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണ്. എത്ര വയസ്സായ കുട്ടിക്ക്? 20. 20 വയസ്സായ കുട്ടിക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ ആ കുട്ടിയുടെ ഇഷ്ടത്തിനെ കോടതി നിൽക്കൂ, അറിയാലോ. ഇത്രയും വയസ്സായ കുട്ടിയെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമുള്ളത്? എന്താടോ, കൊലപാതക ഭീഷണിയൊക്കെ ഉണ്ടെന്നാണല്ലോ ഈ കുട്ടി പറയുന്നത്. ഇല്ല മാഡം. എന്താടോ, കൊലപാതക ഭീഷണിയൊക്കെ ഉണ്ടെന്നാണല്ലോ ഈ കുട്ടി പറയുന്നത്. ഇല്ല മാഡം. ദേ ഈ കുട്ടി ഇവിടെ വെച്ചൊരു പരാതി എഴുതി തന്നാ നിങ്ങൾ 3 പേരും അകത്താ. എന്താടോ, ജയിലിൽ പോണോ? അയ്യോ വേണ്ട മാഡം. ഇതാണ് നിങ്ങൾക്കുള്ള അവസാനത്തെ വാണിംഗ്. ഇനി ഈ കുട്ടിയുടെ നേരെ നിങ്ങളുടെ ആരുടെയും കൈ പൊങ്ങാൻ പാടില്ല. അതുണ്ടായെന്നറിഞ്ഞാ അറിയാലോ.
പോയി പേനയും പേപ്പർ എടുത്തോണ്ട് വാ. ശരി. കുട്ടി അവിടെ നിൽക്ക്. താൻ പോയിട്ട് വാടോ. എന്താ മകളെ തല്ലണമെന്നുണ്ടോ? അയ്യോ ഇല്ല മാഡം. ഇതാ മാഡം. എഴുതാൻ അറിയില്ലേ? ഉം. എന്നാ ഞാൻ പറയുന്ന പോലെ എഴുത്. ഉം. ഇയാളുടെ പേരെന്താ? ചന്ദ്രൻ. വീട്ടുപേര്? തേറാട്ടിൽ. ആ, തേറാട്ടിൽ ചന്ദ്രൻ മകൻ അഖിൽ എന്ന ഞാൻ ഇനി മുതൽ എന്റെ അനിയത്തിയെ യാതൊരു കാരണവശാലും ശാരീരികവും മാനസികവുമായി ഉപദ്രവിക്കില്ലെന്ന് ഇതിനാൽ സത്യം ചെയ്യുന്നു. എഴുത്. ഇനി ഒപ്പിട്. നിങ്ങൾ ഒപ്പിട്. ഇതെന്റെ കയ്യിലുണ്ട്. ഇതിന് വിപരീതമായി എന്തെങ്കിലും പ്രവർത്തിച്ച അറിയാലോ. ദേ, ഇനി എന്തെങ്കിലും പ്രശ്നം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായ അപ്പ അറിയിച്ചേക്കണം. അറിയാലോ, പ്രേമൊന്നും പറഞ്ഞ് പഠിപ്പ് കളയരുത്. അതാണ് മുഖ്യം. അത് ഓർമ്മ വേണം. കുട്ടിയൊന്നു വരൂ. എടി, നീ കുറെ നേരം ഈ തീറ്റ തുടങ്ങിയിട്ട് എന്താ ഉണ്ടായിന്ന് പറ. ഇന്നലെ മുതൽ വീട്ടിൽ വഴക്കുണ്ടാക്കി പട്ടിണിയാ. അതോടെ നല്ല വിശപ്പ്. ആശ്വാസായി. എരിവുണ്ടെങ്കിലും ബീഫ് കലക്കി. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങിത്തരണം. ആ, നീ കാര്യം പറയുന്ന ഇതു എന്താ ഉണ്ടായേ? നേരെ ഇപ്പൊ രാത്രിയാവും. നീ തിരിച്ചങ്ങോട്ട് തന്നെയല്ലേ പോണേ? അവിടെ നടന്നത് എന്താന്ന് എനിക്കറിയണ്ടേ? മനുഷ്യന്റെ ടെൻഷൻ ഒന്ന് മനസ്സിലാക്ക്. അത്ര ടെൻഷനുണ്ടോ? കൊണ്ടുചെന്ന് വിട്ടിട്ട് ഒറ്റ പോക്ക് പോയതല്ലേ? അല്ല എടി, നീ അങ്ങനെയാണോ വിചാരിച്ചേ? എടി, ഞാൻ കുറെ നേരം ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. ആണോ? എന്തിനു? അല്ല, ഇനി നിന്നെ മുമ്പത്തെ പോലെ അവര് തല്ലേ ചവിട്ടേ ചെയ്ത നേരിട്ട് വന്ന് ചോദിക്കാന്ന് കരുതി. ശരിക്കും? ആ, ഏതാണ്ട് 2 മണിക്കൂർ ഉണ്ടായിരുന്നു വീടിന്റെ അടുത്ത്. എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് തോന്നിയാ അപ്പ കയറി വന്നേനെ. Wow, you are not a lover, but an emotion. ഹരീഷേ, എനിക്ക് നിന്നെ ഒന്ന് ഹഗ് ചെയ്യാൻ തോന്നുമോ? വാട്ട് എ ഡയലോഗ്, ഫുൾ ഓഫ് എനർജി, നോ ക്രഞ്ച്. ഒന്ന് കെട്ടിപ്പിടിക്ക് ബ്രോ. എടി, നീ കാര്യം പറ, സമയം പോടും. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു തന്നത് അവർക്ക് ഭയങ്കര ഷോക്കായി. അവർ വിചാരിച്ചതിന് മടങ്ങിച്ചെല്ലില്ലെന്നാ. ചെന്ന് കയറിയതും പതിവ് പോലെ വഴക്കു തുടങ്ങി. അല്ല, ഞാൻ ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ. ഞാനൊന്നും കേട്ടില്ല. പുറത്തേക്കൊന്നും കേൾക്കാതിരിക്കാൻ വാതിലും ജനലൊക്കെ അടച്ചിട്ടായിരുന്നു ചീത്തവിളി. എല്ലാവരും ഇട്ടേച്ച് പോയതല്ലേ, എന്തിനാ ഇപ്പൊ തിരിച്ചു വന്നേന്നൊക്കെ ചോദിച്ചു അങ്ങ് തുടങ്ങി. അമ്മ തല്ലാൻ വരുന്നു, ചേട്ടൻ തല്ലാൻ വരുന്നു, അച്ഛൻ തല്ലാൻ വരുന്നു. എന്നിട്ട് നിന്നെ തല്ലിയോ? ഇല്ലാതെ പിന്നെ. ഞാൻ കുറെ സഹിച്ചു. പിന്നെ മുറിയിൽ ഓടിക്കയറി കഥ കടച്ചു. എന്നിട്ടെന്താ ചെയ്തേന്നറിയോ? എന്താ? ആത്മഹത്യാ ശ്രമം? അയ്യോ, കഥ വീണ്ടും 90s പോയാ? പിന്നെ സ്ഥിരം ഡയലോഗ്. എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഞങ്ങൾക്ക് വേറെ ആരാ ഉള്ളത്? നീ ആര് വേണോ കെട്ടിക്കോ, നമ്മളിനി ഒന്നും പറയൂല. പിന്നെ കരച്ചില്, കെട്ടിപ്പിടുത്ത, ഉമ്മവപ്പ്, പിന്നെ അങ്ങനെ 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 സ്ഥിരം ക്ലീഷേറയനിൽ ഹരീഷ് ചേട്ടനുള്ള വഴി ക്ലിയർ ആവുന്നു. ഹരീഷ് ചേട്ടാ, നിങ്ങളുടെ പ്രേമം അടാറ് ശോകമായിട്ടുണ്ട് കേട്ടാ. നീ ഒന്ന് പോടാ മന്ദബുദ്ധി. അയ്യാ, ഞാൻ പോലീസിലേക്ക് ഫോൺ ചെയ്തു. അമ്മയും ചേട്ടനും കൂടി എന്നെ കൊല്ലാൻ പോവാണ്, അച്ഛനും അവർക്ക് കൂട്ടാന്ന്, രക്ഷിക്കണോന്നും പറഞ്ഞു ഒരൊറ്റ കരച്ചിലായിരുന്നു. വിത്തിൻ 10 minutes പോലീസ് വീടിന് മുന്നിലെത്തി. ഞാൻ എന്നെ അടിച്ചതും ചീത്ത വിളിച്ചതും ഒക്കെ പറഞ്ഞു. പിന്നെ അവരുടെ ഒരു പെർഫോമൻസ് ആയിരുന്നു.
വലിയ വഴക്കാളിയായ എന്റെ ചേട്ടൻ അഖിലുണ്ടല്ലോ, മുള്ളില്ലെന്നേ ഉള്ളൂ. പോവാൻ നേരത്ത് ഇൻസ്പെക്ടർ പുറത്തേക്ക് വിളിച്ചിട്ട് എന്താ പറഞ്ഞെന്നറിയോ? ഏ? ദാ ഇതിലെന്റെ നമ്പറുണ്ട്, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോളൂ. ശരി മാഡം. എന്താ തല്ലാൻ തോന്നില്ലേ? ഇനിയൊന്ന് കൈയുയർത്തി നോക്ക്. അടിക്ക്. ചീത്ത വിളിക്കാനുള്ള പരിപാടിയാണോ? അല്ല, പിള്ളേരെ വിളിച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കും, നീ വിളിച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കില്ല. അതുകൊണ്ട് ചുളുവിന് ചീത്ത വിളിക്കാന്ന് വിചാരിച്ചു വന്നാണോ? ഇന്ന് ചൊവ്വാഴ്ച, അതുകൊണ്ടാ ചീത്ത വിളിക്കാൻ പാടില്ലേ? ഇവിടെ എല്ലാവരുടെ അച്ഛനല്ലേ നിങ്ങള്? സുഭാഷ് ചേട്ടന് ഇനിയും കല്യാണം ആയിട്ടില്ല. അതിനുവേണ്ടി അച്ഛൻ എന്ന നിലയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ?